കാഫിർ പ്രയോഗം CPM തന്നെ ഉണ്ടാക്കിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണെന്നും അതിനകത്തേക്ക് ഒരു ലീഗ് പ്രവർത്തകനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നിട്ട് അയാൾ പിന്നീട് പരാതി കൊടുക്കുന്നു. അതുമേൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. എന്താണ് ഈ അന്വേഷണം എങ്ങും എത്താത്തത് എന്നുള്ള ചോദ്യമാണ് പാറക്കൽ അബ്ദുള്ള ചോദിക്കുന്നത്. ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി പറഞ്ഞോളൂ. അല്ല, അതിന്റെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നേരത്തെ തുടക്കത്തിൽ സ്മൃതി പരുത്തിക്കാടും അതിനുശേഷം അവർ പറഞ്ഞൊരു കാര്യം ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ PK അജീഷ് മാഷ് എഴുതിയതുമായി ബന്ധപ്പെട്ടാണ്. സ്മൃതി അത് വായിച്ചപ്പോൾ പോലും അത് മുഴുവൻ വായിച്ചില്ല, തുടക്കവും വായിച്ചില്ല. അതിനകത്ത് അജീഷ് മാസ്റ്ററുടെ പോസ്റ്റിനകത്ത് മുസ്ലിം ലീഗിലെ ചില പ്രത്യേക സൂക്കേട് ഉള്ള ചെറുപ്പക്കാർക്ക് അർമാദിക്കാൻ പറ്റിയ ഒരു പേരുകാരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായി എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ദിവസം തന്നെ ശ്രീ ലിജീഷ് ഒരു സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ ലിജീഷ് എങ്ങനെയാണ് അങ്ങനെ ഒരു അർമാനം നിങ്ങൾക്ക് കാണാൻ പറ്റുക? ഇവിടെ ലീഗ്, വടകരയിൽ ലീഗ് മുല്ലപ്പള്ളി ആയപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്, മുരളീധരനായപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ വരുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? അതെന്ത് മനസ്സിൽ നിന്നാണ് അത് വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ആ പോസ്റ്റ് മുഴുവൻ സ്മൃതി പരുത്തിക്കാട് വായിക്കണമായിരുന്നു. എന്നിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ അതിന്റെ ഒരു ഭാഗം വെട്ടിമാറ്റിയാണ് പറഞ്ഞത്. മുസ്ലിം ലീഗുകാർക്ക് ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗുകാർക്ക് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ അരുൺകുമാർ ഉൾപ്പെടെ പറഞ്ഞത് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച സമയത്ത്, ആ സമയത്ത് പ്രചരിപ്പിച്ചിട്ട് ഈ അജീഷ് മാഷ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ അജീഷ് മാഷിന്റെ ഈ പോസ്റ്റിനകത്ത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്ന് മത്സരിച്ച സമയത്തും ശ്രീ മുരളീധരൻ വന്ന് മത്സരിച്ച സമയത്തും എന്തുകൊണ്ടാണ് വടകരക്കകത്ത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത്? മുസ്ലിം ലീഗ് പിന്തുണച്ചിരുന്നല്ലോ. ആ സമയത്ത് എന്തൊക്കെ രാഷ്ട്രീയപരമായ ചർച്ചകളാണ് നടന്നിരുന്നത്. അതിൽ നിന്നും മാറി ഈ പ്രാവശ്യം അത് തെന്നി മാറ്റി വ്യത്യസ്തമായ വേറെ ആംഗിളിലേക്ക് പോയി. അതാണ് പോസ്റ്റുകൾ മുഴുവൻ വായിച്ച് അദ്ദേഹത്തെ പറ്റി ഒരു പഠനം നടത്താനല്ലോ ഞാൻ ഇരിക്കുന്നത്. അദ്ദേഹം 11-ാം തീയതി ഇട്ട പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതായത് വരുന്ന ദിവസം ഷാഫി പറമ്പിൽ എന്നൊരു പേരുകാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് ഏതു മനസ്സിൽ നിന്നാണ് ശ്രീ ലിജീഷ്? 11-ാം തീയതി പിന്നീട് അപലപിക്കലൊക്കെ ഉണ്ടാവട്ടെ. മുസ്ലിം ലീഗിലെ പ്രത്യേക സൂക്കേട് തന്നെ ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക സൂക്കേടുള്ളവർക്ക് ഈ സൂക്കേട് നിങ്ങൾക്ക് മറ്റ് സ്ഥാനാർത്ഥികളിൽ നിൽക്കുമ്പോൾ തോന്നാത്തതും ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി വരുമ്പോൾ തോന്നുന്നതും എന്തുകൊണ്ടാണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസിൽ നിന്നൊരു മുസ്ലിം നാമധാരി തെരഞ്ഞെടുപ്പിൽ നിൽക്കരുത് എന്നാണോ CPM ഉദ്ദേശിച്ചത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കോൺഗ്രസിനകത്ത് മുമ്പ് ഈ ലോക്സഭയിലും നിയമസഭയിലും മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടില്ലേ? അവിടെയൊക്കെ ഇത്തരത്തിൽ CPM ഷാഫി പറമ്പിൽ തന്നെ പാലക്കാട് മത്സരിച്ചിട്ടില്ലേ? ഇതാണല്ലോ ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ചത്. ഷാഫി പറമ്പിൽ തന്നെ 2 തവണ ജയിച്ചതല്ലേ? അവിടെ 70% ഹിന്ദുക്കളല്ലേ? അവിടെ മതേതര വോട്ടാണ് സെക്യുലറായ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. വടകരയിൽ അദ്ദേഹം സെക്യുലർ ആവുകയും, ക്ഷമിക്കണം, പാലക്കാട് അദ്ദേഹം സെക്യുലർ ആവുകയും ഇവിടെ വടകരയിലേക്ക് എത്തുമ്പോൾ ഒരു വർഗീയവാദിയാവുകയും എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു വർഗീയ വിദ്വേഷ പ്രതികരണത്തിന്റെ ഒരു വഴി പറയൂ എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ആരൊക്കെയോ വിളിച്ചു പറയുന്നതും ആരൊക്കെയോ നടത്തിയ പ്രചാരണവും എടുത്തു പറയുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്, തുല്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.